കുട്ടിക്കാലത്തോ വിവാഹ സമയത്തോ ഗർഭത്തിലോ പ്രസവത്തിലോ അതിനു തൊട്ടു മുമ്പോ പോലും തീവ്രമായ തിക്താനുഭവങ്ങളും പീഡനങ്ങളും അനുഭവിച്ചവർ, പൊതുവെ ഉത്കണ്ഠ കൂടുതലുള്ളവർ, ഗർഭത്തെയും പ്രസവത്തെയും കുറിച്ച് ഭയാശങ്കകൾ കൂടുതലുള്ളവർ, ബലാത്സംഗത്തെ അതിജീവിച്ചവർ, കൗമാരക്കാർ, കടിഞ്ഞൂലമ്മമാർ, ഒട്ടും ആഗ്രഹിക്കാത്ത വേളയിൽ അപ്രതീക്ഷിത ഗർഭം ധരിച്ചവർ, ഗർഭകാലത്തോ പ്രസവകാലത്തോ വിധവകളും വിവാഹമോചിതരുമായവർ തുടങ്ങിയവർക്കെല്ലാം പെരിനാറ്റൽ ഡിപ്രഷനും സൈക്കോസിസും വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ഗണത്തിലും ക്രമത്തിലും നോക്കിയാൽ സ്വന്തം ശരീരത്തിന്റെ അവകാശങ്ങൾക്ക് മേൽ മറ്റൊരാൾ ആധിപത്യം സ്ഥാപിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന്റെ ശാരീരിക മാനസിക സംഘർഷങ്ങൾ എത്രമേൽ വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ ചിന്തിക്കണം. കാരണം അത്തരം പിടിവാശിക്കാരായ ചിന്താഗതിക്കാരാണ് പലപ്പോഴും സ്ത്രീകളെ പെരിനാറ്റൽ ഡിപ്രഷനിലേക്കും സൈക്കോസിസിലേക്കും തള്ളിയിടുന്നതിലെ നിർണായക പങ്കാളികൾ. ഒരു തരത്തിൽ കുറ്റവാളികൾ എന്നു തന്നെ വിശേഷിപ്പിച്ചാലും അധികമാകില്ല. ഒരു പെൺകുട്ടി എപ്പോൾ കല്യാണം കഴിക്കണം, ഗർഭം ധരിക്കണം, പ്രസവിക്കണം, ഗർഭനിരോധനം, അടുത്ത കുട്ടി, പ്രസവം നിർത്തൽ തുടങ്ങി സ്വന്തം ശരീരത്തിൻ്റേത് മാത്രമായ എല്ലാ സുപ്രധാന അവകാശങ്ങൾക്കും തീരുമാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും അണുവിട സ്വീകാര്യത ലഭിക്കാതെ പോയ കാലം ഇപ്പോൾ മാറ്റത്തിന്റെ പാതയിലാണ്. കാലത്തിനൊത്ത് ലോകവും ലോകത്തിനൊത്ത് സ്ത്രീകളും മാറി ചിന്തിച്ചു തുടങ്ങി. എങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും ഒരു സ്ത്രീക്ക് അവൾ അറിയാതെ അല്ലെങ്കിൽ ആഗ്രഹിക്കാതെ ഗർഭം ധരിച്ചു പോയാൽ അത് നാലാൾ അറിയാതെ അബോർഷൻ ചെയ്യാൻ നിയമമില്ല. ഫലമോ സന്തോഷകരമായി തീരേണ്ട ഗർഭകാലം മനം നീറി വെന്തുരുകി പ്രീപാർട്ടം ഡിപ്രഷനും സൈക്കോസിസും ആയി അവസ്ഥാന്തരപ്പെടുന്ന സംഭവങ്ങൾ ഏറി വരുന്നു എന്നാണ് കണക്കുകൾ. പെരിനാറ്റൽ ഡിപ്രഷനെ തുടർന്ന് ഗർഭചിത്രം അത്യാവശ്യമായി വരുന്നവർ അത് അവരുടെ അവകാശമാണെന്ന് തെളിയിക്കാൻ കഠിന പരിശ്രമമാണ് നടത്തേണ്ടി വരുന്നത്. ഫലമോ വട്ടപൂജ്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ നിന്നാണ് പേര് പുറത്തു പറയാൻ സാധ്യമല്ലാത്ത കണ്ണഞ്ചേരി സ്വദേശിയായ പ്രീപാർട്ടം ഡിപ്രഷൻ ബാധിച്ച ഈ പെൺകുട്ടിയുടെ വിവരം ലഭിച്ചത്. എല്ലാ ദിവസവും എന്ന പോലെ ഗർഭചിത്ര അപേക്ഷയുമായി മെഡിക്കൽ കോളേജിലെത്തുന്ന പെൺകുട്ടി ഇന്ന് വന്നില്ലെങ്കിൽ നാളെ എന്തായാലും വരുമെന്ന് സംസാരിച്ചു നിൽക്കുന്നതിനിടയിലേക്കാണ് അവൾ വന്നത്. 4 മാസം പിന്നിട്ട തന്റെ ഗർഭം പുറത്താരും അറിയാതിരിക്കാൻ ഇൻഷേപ്പ് എന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട്. സ്കൂട്ടറിലാണത്രേ വരവ്. റോഡിലുള്ള എല്ലാ കുഴികളിലും ചാടിച്ചു ഗർഭം അലസിപ്പോകണേ എന്നാഗ്രഹിച്ചുള്ള വരവാണ്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ചാൽ അച്ഛനും ഭർത്താവും കൊന്നുകളയുമെന്ന് പേടിച്ച് മാറിയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു സർജറി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിലാണ് ഞാൻ പറഞ്ഞത്. PG പഠനം കഴിഞ്ഞ ഉടൻ അച്ഛന്റെ ആഗ്രഹപ്രകാരം പ്രായക്കൂടുതലും ദേശവും ഭാഷയും അറിയാത്തയാളുമായി ചെന്നൈയിലേക്ക് വിവാഹം കഴിപ്പിച്ചു. അവിടെ ഒന്നിച്ചു ജീവിച്ചു പോകാനാകുമോ എന്ന പരീക്ഷണങ്ങൾക്കിടയിലാണ് അവിചാരിതമായി ഗർഭിണിയായത്. ആ ഗർഭത്തെ ആകാവുന്ന അത്രയും ധൈര്യം സംഭരിച്ച് എതിർത്തു നോക്കി. നടന്നില്ല. മാത്രമല്ല അകാല ഗർഭത്തിൽ ആദി പൂണ്ട് അലസിപ്പിക്കാനായി അവൾ ഒറ്റയ്ക്ക് ചെന്നൈ നഗരത്തിലെ ആശുപത്രികൾ ഓരോന്നും കയറിയിറങ്ങി. ഫലം വിഫലം. കാരണം ഭർത്താവ് ഒപ്പിട്ടു തന്നാൽ അബോർഷൻ ചെയ്യാമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞുവിട്ടു. എല്ലാ ദിവസവും കരഞ്ഞു തളർന്നു തിരിച്ചെത്തി ഭർത്താവിന്റെ കാലു പിടിച്ചു നോക്കിയെങ്കിലും വഴങ്ങാതെ ഉറച്ചു നിന്നു. കാരണം കുടുംബ പരമ്പര നിലനിർത്തേണ്ട ഗർഭമാണത്രേ. ആർക്ക് പറ്റൂല എന്ന് ഞാൻ സൈൻ ചെയ്യാതെ ഒന്നും ചെയ്യില്ല, ഒന്നും നടക്കൂല എന്ന് അവിടുത്തെ ഡോക്ടറിന് ദേഷ്യം വന്നു. അമ്മേൻ്റെ ഇത് മാത്രമാണ് റൈറ്റാണ് അത് എന്ന് പറഞ്ഞു. ഒടുവിൽ മനസ്സിന്റെ താളം തെറ്റി തുടങ്ങി എന്നായപ്പോൾ കോഴിക്കോടുള്ള അച്ഛനെ സഹായത്തിന് വിളിച്ചു. ഭർതൃഹിതത്തിനാണ് മുൻഗണന എന്ന് പറഞ്ഞ് അച്ഛനും കൈവിട്ടു. ആത്മഹത്യാ ഭീഷണി മുഴക്കി നോക്കി. പിന്നീട് അങ്ങോട്ട് അച്ഛൻ ഫോൺ എടുക്കാതെയായി. ഒടുവിൽ കേരള പോലീസിന്റെ വനിതാ ഹെൽപ്പ് ലൈനിൽ വിളിച്ച് പരാതിപ്പെട്ടു. പോലീസ് ഇടപെട്ടതോടെ അച്ഛൻ ചെന്നൈയിലെത്തി മകളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കാര്യമായിട്ട് ഇപ്പോൾ ആരോഗ്യവും സംസാരിക്കാനിടയായി തന്നെ ഇപ്പോൾ ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാർ സംസാരിക്കുന്ന സമയത്ത്
അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ അവർക്ക് എന്നല്ല ഏതൊരാൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണെങ്കിൽ അവന് ഭ്രാന്താണ് അല്ല അവർക്ക് ഭ്രാന്താണ് നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മൊത്തത്തിലേ അവോയ്ഡ് ചെയ്യാം. ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടെ തന്നെ വനിതാ സെല്ലിൽ തന്നെ അവിടെ ഉള്ള അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് ഇങ്ങനെ കാല് പിടിച്ച് അപേക്ഷിക്കേണ്ട പോലെ സിറ്റുവേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഈ കുട്ടീനെ ഒന്ന് കൂട്ടി കൊണ്ടുവരുമോന്ന് നിന്റെ അച്ഛനെ കാല് പിടിച്ച് പറഞ്ഞിട്ടാണ് 1 മാസം എടുത്തിട്ടാണ് അച്ഛൻ വന്നിട്ട് കൂട്ടിട്ട് പോകുന്നത്. പറഞ്ഞാൽ ആ കുട്ടിക്ക് ഉണ്ടാവുന്ന കുട്ടീൻ്റെയും കൂടി മാനസികാവസ്ഥ നമ്മൾ നോക്കണം. അവിടെ മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രകളും ആരംഭിച്ചു. നിത്യവും എന്ന പോലെ ഗർഭചിത്രത്തിനായി കെഞ്ചി കണ്ണീരോട് മടങ്ങും. ഭർത്താവോ അച്ഛനോ ഒപ്പിടാതെയുള്ള നിയമപ്രശ്നം ഉന്നയിച്ച് ഡോക്ടർമാർ മടക്കിവിടും. ഇതിനിടെ ഉറക്കം നഷ്ടപ്പെട്ട് മാനസികാരോഗ്യവും തകരാറിലായി. ഇതോടെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലും കയറിയിറങ്ങൽ പതിവായി. അപ്പോഴും തന്റെ മാനസികാരോഗ്യം കണക്കിലെടുത്തെങ്കിലും ഒന്ന് ഗർഭചിത്രം നടത്തി തന്നൂടെ എന്ന് എത്രയോ തവണ കെഞ്ചിക്കേണ് മനം തകർന്ന് മടങ്ങി. പെൺകുട്ടിയുടെ ദയനീയാവസ്ഥയിൽ ഡോക്ടർമാരുടെ ധാർമ്മിക പിന്തുണ മുഴുവൻ ഗർഭചിത്രത്തിനൊപ്പമാണ്. കാരണം ഒരു സ്ത്രീയെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പ്രസവിപ്പിച്ചിട്ട് ആർക്ക് എന്ത് ഗുണമാണുള്ളതെന്നാണ് ചോദ്യം. പക്ഷേ അതൊന്നുറക്കെ ചോദിക്കാൻ ഡോക്ടർ സമൂഹത്തിന് ആരെയൊക്കെയോ ഭയമാണ് എന്നതാണ് സത്യം. സർക്കാർ സംവിധാനങ്ങളുടെ കാലു പിടിച്ച് ഗർഭം ഇപ്പോൾ 4 മാസം പിന്നിട്ടിരിക്കുന്നു. ഇനിയൊരിക്കലും അബോർഷൻ സാധ്യമല്ല എന്ന് അവൾക്കറിയാമെങ്കിലും പക്ഷേ മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കില്ല. ഗർഭസ്ഥ ശിശുവിനായി ഫോളിക് ആസിഡോ അയൺ ഗുളികകളോ കഴിച്ചിട്ടില്ല. ഭക്ഷണവും ഉറക്കവും നന്നേ കുറവാണ്. എന്തുകൊണ്ടാണ് ഗർഭചിത്രത്തിനായി ഇത്രയും ഓടി നടക്കുന്നതെന്ന ചോദ്യത്തിന് ഇപ്പോൾ അമ്മയാകാൻ ആകില്ല എന്നായിരുന്നു മറുപടി. കാരണം ചെറുപ്പത്തിലേ അമ്മയില്ലാതെ രണ്ടാനമ്മയുള്ള വീട്ടിൽ പനിച്ചു കിടന്നാൽ പോലും നോക്കാൻ ആളില്ലാത്ത വിധമാണ് ജീവിച്ചത്. PG കഴിഞ്ഞയുടൻ അച്ഛനു വേണ്ടി വിവാഹിതയായി. തുടർന്നും പഠിക്കാമെന്നും ജോലി നേടാമെന്നുമുള്ള സ്വപ്നത്തിനിടയിലേക്കാണ് അപ്രതീക്ഷിത ഗർഭമുണ്ടാകുന്നത്. ഇതോടെ ആകെയുണ്ടായിരുന്ന മനസമാധാനവും ഇല്ലാതായിരിക്കുന്നു. എങ്ങനെ കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ജീവനോട് വലിയ ഇതൊന്നുമില്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിലെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ആ ജീവനെ വെറുതെ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മളെ കുടുംബക്കാർ ബാക്കിയുള്ളവർ പറയുക. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ജീവിതം ഞാൻ തുലച്ച് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്ന് പറയും. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നല്ലൊരു ഞാനിപ്പോൾ അവിടെ അടങ്ങി നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് നല്ലതല്ലേ. പക്ഷെ എനിക്ക് അത് കഴിയുന്നില്ല സത്യം പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് A to Z മാറ്റിയെടുക്കാൻ പറ്റില്ല. കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഇപ്പോൾ വേറെ ഇതൊന്നുമില്ല. കനൽ നിറഞ്ഞ നെഞ്ചും വയറുമായി ഒരു ഗർഭിണി കേരളത്തിലും തമിഴ്നാട്ടിലും നടന്നു തീർത്ത ആശുപത്രികളെല്ലാം കൈവിട്ടു. മാനസികാരോഗ്യം തകരാറിലുമായി. ഇപ്പോഴത്തെ ഗർഭാനന്തര ഡിപ്രഷൻ എന്ന അവസ്ഥ പ്രസവാനന്തര ഭ്രാന്തായി മാറുമോ എന്ന ആധി ഇവളെ ചികിത്സിക്കുന്ന സൈക്യാട്രിസ്റ്റുകൾക്ക് പോലുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വേണ്ട വകുപ്പുകൾ ചുമത്തി ജയിലിലടക്കാൻ തയ്യാറായി ഇതേ നിയമവ്യവസ്ഥ പുറത്തു കാത്തുനിൽപ്പുണ്ട്. അപ്പോഴും യഥാർത്ഥ കുറ്റക്കാരായ സർക്കാർ, നിയമം തുടങ്ങിയ വ്യവസ്ഥിതികൾ ഇവരെപ്പോലുള്ള സ്ത്രീകളെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് തുടരും. പെരിനാറ്റൽ സൈക്കോസിസ് കേസുകളിൽ കണ്ണും മനസ്സും തുറന്നുവെച്ച് ഉപാധികളോടെ കർശന വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ച് നിയമനിർമ്മാണം നടത്താൻ രാജ്യം തയ്യാറാകണം. കാരണം അതല്ലെങ്കിലും ഒരു സ്ത്രീയെ ഭ്രാന്തി പിടിപ്പിച്ചല്ലോ ഇനിയും ജനിച്ചിട്ടില്ലാത്ത ഭാവി തലമുറയെ സൃഷ്ടിക്കാൻ രാജ്യം നിലകൊള്ളേണ്ടത് എന്ന മിനിമം പൊതുബോധമെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ക്യാമറമാൻ ഷാഫിക്കൊപ്പം ഫൗസിയ മുസ്തഫ, ന്യൂസ് മലയാളം, കോഴിക്കോട്.